പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ അസ്ത്ര 9.0 ആരംഭിച്ചു. മധ്യ തിരുവിതാംകൂറിൻ്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഏറ്റവും അട്രാക്റ്റീവ് സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മുടെ സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഈ കോളേജിൻ്റെ വലിയ ഒരു ഇവൻ്റ് ആണ് കഴിഞ്ഞ 9 വർഷമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം 9th എഡിഷൻ ഓഫ് അസ്ത്ര. അതൊരു ടെക്നിക്കൽ ഫെസ്റ്റാണ്. ആ ഫെസ്റ്റ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുക കുട്ടികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക, ഇന്നൊവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുവാൻ അവർക്ക് പ്രചോദനം നൽകുക, അധ്യാപകർക്ക് ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് വഴി അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ കോമ്പറ്റീഷൻസും വർക്ക്ഷോപ്സും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഇവൻറ്റ്സും എല്ലാം വഴി കുട്ടികളെ സംബന്ധിച്ച് ഒരു 2 ദിവസം അവരുടെ അറിവിൻ്റെ തലത്തിൽ, ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ, അതോടൊപ്പം തന്നെ മാനസികമായ തലത്തിൽ വലിയ ഒരു വ്യതിയാനം കൊണ്ടുവരുവാനായിട്ട് ഈ കോളേജ് നിമിത്തമാകുന്നു എന്നുള്ളതാണ്. വലിയ സന്തോഷവും അതുപോലെ തന്നെ വലിയ താല്പര്യവുമാണ് നമ്മുടെ കുട്ടികൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാം ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, നമ്മളുടെ മറ്റ് കോളേജുകളും വളരെ താല്പര്യത്തോടു കൂടി ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അവരെല്ലാം ഇതിനോടകം തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇന്നും നാളെയുമായിട്ട് നടത്തുന്ന 2 നല്ല ദിനങ്ങളിലെ ഇവൻറ്റ്സിന് നേതൃത്വം വഹിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കോളേജിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോൺ മംഗലത്ത് അച്ഛന്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പല് ദേസ്യ സാറ്, അതുപോലെ വൈസ് പ്രിൻസിപ്പല് നമ്മുടെ പുരയിടത്തച്ഛന്, അതുപോലെ ബർസാറ്, മറ്റമുണ്ടയിൽ അച്ഛന് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായൊരു ടീമാണ്. നല്ലൊരു ഓർഗനൈസേഷനാണ്. പാലാ സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാലാ ഓട്ടോണമസിൽ മാർച്ച് 6-7 തീയതികളിൽ നടത്തപ്പെടുന്ന നാഷണൽ ടെക്നിക്കൽ ഫെസ്റ്റായ അസ്ത്ര 9.0 പാലാ രൂപതയുടെ പ്രോട്ടോസിഞ്ചിലോസും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാനുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. SJCET ഇന്ന് ഉത്സവ ലഹരിയിലാണ്. അസ്ത്ര 9th എഡിഷന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരുമിച്ചുള്ള തോൾ ചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അസ്ത്ര. ഈ ടെക് ഫെസ്റ്റിൽ വെച്ച് വിദ്യാർത്ഥികളുടെ നൈപുണ്യം വെളിവാക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഘടനാ പാഠവും ഇതോടൊപ്പം തന്നെ വെളിവാക്കപ്പെടുന്നു. വിദ്യാർത്ഥികൾ അധ്യാപകരോട് ചേർന്നുകൊണ്ട് ഏതാനും നാളുകളായി അസ്ത്രയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. മറ്റ് വിവിധ കോളേജുകളിൽ നിന്ന്, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ഒത്തിരിയേറെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഗുണമെടുക്കാനാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഈ ഫെസ്റ്റ് നമ്മുടെ സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ഒരു മുഖമുദ്രയാണ്. കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നു ചേർന്നാണ് ഈ ഫെസ്റ്റ് നടത്തുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ പ്രവർത്തനങ്ങളുണ്ട്, അതിൻ്റേതായ സംഘാടക മികവ് നമുക്കിതിനകത്ത് കാണുവാനും സാധിക്കും. ഈ 2 ദിവസങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനവും പ്രവൃത്തി പരിചയവും അതുപോലെ ഒരു ലീഷർ ടൈമും ഇതിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഏറെ ആകർഷിക്കുന്നതും വിദ്യാർത്ഥികൾ ഏറെ കാത്തിരുന്നതുമായ സെൻറ്റ് ജോസഫിൻ്റെ ഒരു ഉത്സവമാണിത്. ഇതിന് എല്ലാ വിജയങ്ങളും ഭാവുകങ്ങളും ആശംസിക്കുകയാണ്.
അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സജ്ജമാക്കിയിരിക്കുന്ന ഈ ദേശീയ സാങ്കേതിക ഫെസ്റ്റ് പുതിയ ആശയങ്ങൾ ഉൾപ്പെടെ പ്രൊജക്ടുകളും നൈപുണ്യവും പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണിത്. അസ്ത്രയുടെ 9ാമത് പതിപ്പിനാണ് തിരശ്ശീല ഉയർന്നത്. കലയും സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന അസ്ത്ര ഒരു പുതിയ അനുഭവമാക്കാൻ പാലാ സെന്റ് ജോസഫ് തയ്യാറായി കഴിഞ്ഞ പ്രസ്തുത അവസരത്തിൽ കോളേജ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VP ദേവസ്യ, വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജോസഫ് പുരയിടത്തിൽ, കോളേജ് ബർസ റവറൻ ഫാദർ ജോൺ മറ്റമുണ്ടയിൽ എന്നിവർ പ്രസംഗിച്ചു.